ഹരി ഓം. ഇന്ന് ശ്രീമന്നാരായണീയം 76-ാം ദശകം ഉദ്ധവദൂത്യം എന്ന കഥ കേൾക്കാം. ഒന്നാമത്തെ ശ്ലോകം. ഗത്വാ സാന്ദീപനിമഥ ചതുഷ്ഷഷ്ടിമാത്രൈരഹോഭിഃ സർവജ്ഞസ്ത്വം സഹ മുസലിനാ സർവവിദ്യാ ഗൃഹീത്വാ പുത്രം നഷ്ടം യമനിലയനാദാഹൃതം ദക്ഷിണാർത്ഥം ദത്വാ തസ്മൈ നിജപുരമഗാ നാദയൻ പാഞ്ചജന്യം. അർത്ഥം: അഥ സർവജ്ഞഃ ത്വം, പിന്നീട് സർവജ്ഞനായ ഭഗവാൻ മുസലിനാ സഹ ബലരാമനോടുകൂടി സാന്ദീപനിം ഗത്വ, സാന്ദീപനി മഹർഷിയുടെ അടുത്ത് ചെന്ന് ചതുഷ്ഷഷ്ടിമാത്രൈഃ അഹോഭിഃ സർവവിദ്യാഃ ഗൃഹീത്വാ, കേവലം 64 ദിവസം കൊണ്ട് എല്ലാ വിദ്യകളും പഠിച്ചു. നഷ്ടം യമനിലയനാത് ആഹൃതം പുത്രം ദക്ഷിണാർത്ഥം, പിന്നീട് മരിച്ചുപോയവനും യമഗൃഹത്തിൽ നിന്ന് കൊണ്ടുവന്നവനും ആയ ഗുരുപുത്രനെ ഗുരുദക്ഷിണയായിട്ട് തസ്മൈ തത്വ, അദ്ദേഹത്തിന് സാന്ദീപനി മഹർഷിക്ക് കൊടുത്തിട്ട് പാഞ്ചജന്യം നാദയൻ, പാഞ്ചജന്യം എന്ന ശംഖു ഊതിക്കൊണ്ട് നിജപുരം അഗാഹ, തൻ്റെ നഗരത്തിലേക്ക് മഥുരാപുരിയിലേക്ക് മടങ്ങി വരികയും ചെയ്തു. രണ്ടാമത്തെ ശ്ലോകം. സ്മൃത്വാ സ്മൃത്വാ പശുപസുതൃശ പ്രേമഭാരപ്രണുന്നാ കാരുണ്യേന ത്വമപി വിവശ പ്രാഹിണോരുദ്ധവം തം കിഞ്ചാമുഷ്മൈ പരമസുഹൃദേ ഭക്തവർയായ താസാം ഭക്ത്യുദ്രേകം സകലഭുവനേ ദുർലഭം ദർശയിഷ്യൻ. അർത്ഥം: ത്വം, നിന്തിരുവടി, പ്രേമഭാരപ്രണുന്നാഹ, പ്രേമാധിക്യത്താൽ വിവശകളായ പശുപസുതൃശഃ, ഗോപസുന്ദരിമാരെ, സ്മൃത്വാ സ്മൃത്വാ, ഓർത്തോർത്ത്, കാരുണ്യേന, കരുണയാൽ, വിവശഃ അപി, പരവശനായി തീർന്നിട്ടും, കിഞ്ച പരമസുഹൃദേ, എന്നു തന്നെയല്ല തൻ്റെ ഉറ്റ സുഹൃത്തും, ഭക്തവർയായ അമുഷ്മൈ, ഭക്തനുമായ ഈ ഉദ്ധവന്, സകല ഭുവനേ ദുർലഭം താസാം, ലോകത്തിലെങ്ങും കാണാൻ കഴിയാത്ത ആ ഗോപിമാരുടെ ഭക്ത്യുദ്രേകം ദർശയിഷ്യൻ, ഭക്ത്യാധിക്യം കാണിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്നവനായിട്ടും തമുദ്ധവൻ, ആ ഉദ്ധവനെ പ്രാഹിണോഹോ, അമ്പാടിയിലേക്ക് പറഞ്ഞയച്ചു. മൂന്നാമത്തെ ശ്ലോകം. ത്വന്മാഹാത്മ്യപ്രഥിമപി ശുനം ഗോകുലം പ്രാപ്യ സായം ത്വദ്വാർത്താഭിർബഹുസരമയാമാസ നന്ദം യശോദാം പ്രാതർദൃഷ്ട്വാ മണിമയരഥം ശങ്കിതാ പങ്കജാക്ഷ്യ ശ്രുത്വാ പ്രാപ്തം ഭവതനുചരം ത്യക്തകാര്യാ സമീയു. അർത്ഥം: സഹ, അദ്ദേഹം, ഉദ്ധവൻ, സായം ത്വന്മാഹാത്മ്യപ്രഥിമപി ശുനം ഗോകുലം പ്രാപ്യ, സന്ധ്യയ്ക്ക് അവിടുത്തെ മാഹാത്മ്യാതിശയത്തെ സൂചിപ്പിക്കുന്ന അമ്പാടിയിലെത്തി, ത്വദ്വാർത്താഭിഃ നന്ദം യശോദാം ച ബഹുരമയാമാസ, നിന്തിരുവടിയുടെ വൃത്താന്തങ്ങളാൽ നന്ദഗോപരെയും യശോദയെയും ഏറ്റവും സന്തോഷിപ്പിച്ചു. പ്രാതഃ പങ്കജാക്ഷ്യഃ മണിമയരഥം ദൃഷ്ട്വാ ശങ്കിതാഃ, പ്രഭാതത്തിൽ ഗോപസുന്ദരിമാർ രത്നനിർമ്മിതമായ തേര് കണ്ട് കൃഷ്ണൻ വന്നുപോയെന്ന് സംശയിച്ചു. ഭവതനുചരം പ്രാപ്തം ശ്രുത്വാ ത്യക്തകാര്യാഃ സമീയുഃ, പിന്നെ അവിടുത്തെ ഭൃത്യനാണ് വന്നിട്ടുള്ളതെന്ന് കേട്ടിട്ട് തങ്ങളുടെ കർത്തവ്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് നന്ദഗോപഗൃഹത്തിൽ വന്നു ചേർന്നു. നാലാമത്തെ ശ്ലോകം.
दृष्ट्वा चैनं त्वदुपमलसद्वेषभूषाभिरामं स्मृत्वा स्मृत्वा तव विलसितान्युच्चकैस्तानि तानि रुद्धालापा कथमपि पुनर्गद्गदां वाचमूचु सौजन्यादीन् निजपरभितामप्यलं विस्मरन्त्य. अर्थं पङ्कजाक्ष्यः त्वदുപമലസദ്വേഷഭൂഷാഭിരാമം ഏനം ദൃഷ്ട്വാ. ആ ഗോപസുന്ദരിമാർ അവിടുത്തേതുപോലുള്ള വേഷവും അലങ്കാരങ്ങളും അണിഞ്ഞ ഇദ്ദേഹത്തെ, ഉദ്ധവനെ കണ്ടിട്ടും തവ താനി താനി വിലസിതാനി ഉച്ചകൈഃ സ്മൃത്വാ സ്മൃത്വാ, നിന്തിരുവടിയുടെ അതത് വിലാസങ്ങളെ സ്മൃതിയിൽ അത്യന്തം തെളിഞ്ഞ് ദർശിച്ചിട്ടും രുദ്ധാലാപാഹ, ഒന്നും സംസാരിക്കാൻ ശക്തിയില്ലാത്തവരായിത്തീർന്നു. പുനഃ, എന്നിട്ട് സൗജന്യാദീൻ, സുജനത വിനയം മുതലായവയെയും നിജപരഭിതാമപി, താൻ അന്യൻ എന്ന ഭേദത്തെയും അലം വിസ്മരന്ത്യഃ കഥമപി, തീരെ മറന്നുകൊണ്ട് പണിപ്പെട്ട് ഗദ്ഗദാം വാചം ഊജുഹു, തൊണ്ടയിടറിക്കൊണ്ട് പറഞ്ഞു. 5-ാമത്തെ ശ്ലോകം. ശ്രീമൻ കിം ത്വം പിതൃജനകൃതേ പ്രേഷിതോ നിർദ്ദയേന വാസൗ കാന്തോ നഗരസുദൃശാം ഹാ ഹരേ നാഥപായ ആശ്ലേഷാണാമൃതവപുഷോ ഹന്തത്തെ ചുംബനാനാം ഉന്മാദാനാം കുഹകവചസാം വിസ്മരേത് കാന്തകാവ. അർത്ഥം: ശ്രീമൻ, അല്ലയോ ശ്രീമൻ, ത്വം നിർദ്ദയേന പിതൃജനകൃതേ പ്രേഷിതഃ കിം, അങ്ങ് ആ നിർദ്ദയനാൽ ശ്രീകൃഷ്ണനാൽ അമ്മയച്ഛന്മാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറഞ്ഞയക്കപ്പെട്ടതാണോ? നഗരസുദൃശാം കാന്തഃ അസൗ ക്വ, നഗരസുന്ദരിമാർക്ക് കാന്തനായിത്തീർന്ന ഇദ്ദേഹം എവിടെ? ഹാ ഹരേ നാഥപായ, ശ്രീഹരേ പ്രാണനാഥ, ഹാ രക്ഷിക്കണമേ. കാന്ത ശ്യാമസുന്ദര, അമൃതവപുഷഃ അമൃതമൂർത്തിയായ തേ അവിടുത്തെ, ആശ്ലേഷാണാം ചുംബനാനാം ആലിംഗനങ്ങളെയും ചുംബനങ്ങളെയും, ഉന്മാദാനാം കുഹകവചസാം പ്രേമോന്മാദ വിലാസങ്ങളെയും കപടവചനങ്ങളെയും ച ഹന്ത കാവാ വിസ്മരേത്, അയ്യോ ആരാണ് ഓർക്കാത്തത് അല്ലെങ്കിൽ മറക്കുന്നത്? 6-ാമത്തെ ശ്ലോകം. രാസക്രീഡാലുളിതലളിതം വിശ്ലഥത്കേശപാശം മന്ദോദ്ഭിന്നശ്രമജലഗണം ലോഭനീയം ത്വദംഗം കാരുണ്യാബ്ധേ സകൃതപി സമാലിംഗിതും ദർശയേതി പ്രേമോന്മാദാത് ഭുവനമദന ത്വത്പ്രിയാസ്ത്വാം വിലേപു. അർത്ഥം: രാസക്രീഡാലുളിതലളിതം വിശ്ലഥത് കേശപാശം, രാസക്രീഡയിൽ മർദ്ദിക്കപ്പെട്ട മനോഹരമായ അഴിഞ്ഞുലഞ്ഞ തലമുടിയോടുകൂടിയതും മന്ദോദ്ഭിന്ന ശ്രമജലഗണം ലോഭനീയം ത്വദംഗം, ക്ഷീണം കൊണ്ട് കുറേശ്ശെ വിയർപ്പൊടിഞ്ഞ കൊതിക്കത്തക്കതുമായ അവിടുത്തെ പൂമേനി കാരുണ്യാബ്ധേ സകൃത് അപി സമാലിംഗിതും ദർശയ, കാരുണ്യസിന്ധോ, ഒരിക്കൽ കൂടി ആലിംഗനം ചെയ്യാൻ ഞങ്ങൾക്ക് കാണിച്ചു തരണേ. ഇതി പ്രേമോന്മാദാത് ഭുവനമദന ത്വത്പ്രിയാഃ ത്വാം ഉദ്ദേശ്യ വിലേപുഃ, എന്നിങ്ങനെ പ്രേമോന്മാദത്താൽ ത്രൈലോക്യത്തെയും മതിപ്പിക്കുന്നവനെ അവിടുത്തെ പ്രിയതമകളായ ഗോപികൾ അവിടുത്തെപ്പറ്റി വിലപിച്ചു. 7-ാമത്തെ ശ്ലോകം. ഏവം പ്രായൈർവിവശവചനൈരാകുലാ ഗോപികാസ്താഃ ത്വത്സന്ദേശൈ പ്രകൃതിമനയത്സോऽഥ വിജ്ഞാനഗർഭൈ ഭൂയസ്താഭിർമുദാ
മുദിതമതിഭിസ്ത്വന്മയീഭിർവധൂഭിः തത്തദ്വാർത്താ സരസമനയത് കാനിചിദ്വാസരാണി. അർത്ഥം: അഥ സഹ ഏവം പ്രായൈഃ വിവശവചനൈഃ. പിന്നീട് ഉദ്ധവൻ ഇങ്ങനെയൊക്കെയുള്ള വിലാപവാക്യങ്ങൾ മൊഴിഞ്ഞുകൊണ്ട് ആകുലാഹ താഹ ഗോപികാഹ, അതിദുഃഖിതകളായിത്തീർന്ന ആ ഗോപികളെ വിജ്ഞാനഗർഭൈഃ ത്വത്സന്ദേശൈഃ പ്രകൃതിം അനയത്, തത്വജ്ഞാനം ഉൾക്കൊള്ളുന്ന നിന്തിരുവടിയുടെ സന്ദേശവാക്കുകളാൽ സ്വസ്ഥകളായിത്തീർത്തു. ഭൂയഃ അനന്തരം മുദിതമതിഭിഃ സന്തുഷ്ടഹൃദയകളും ത്വന്മയീഭിഃ താഭിഃ വധൂഭിഃ നിന്തിരുവടി തന്നെ സർവവുമായിട്ടുള്ളവരുമായ ആ ഗോപികളോടുകൂടി സഹ തത്തദ്വാർത്താസരസം കാനിചിത് വാസരാണി അനയത്, ഓരോ വാർത്തകൾ പറഞ്ഞ് സരസമായി കുറേ ദിവസങ്ങൾ കഴിച്ചുകൂട്ടി. 8-ാമത്തെ ശ്ലോകം. ത്വത്പ്രോദ്ഗാനൈ സഹിതമനിശം സർവതോ ഗേഹകൃത്യം ത്വദ്വാർത്തൈവ പ്രസരതി മിഥസ്സൈവ ചോത്സ്വാപലാപാ ചേഷ്ടാ പ്രായസ്ത്വതനുകൃതയസ്ത്വന്മയം സർവമേവം ദൃഷ്ട്വാ തത്രവ്യമുഹദധികം വിസ്മയാതുദ്ധവോയം. അർത്ഥം: അനിശം സർവതഃ ഗേഹകൃത്യം ത്വത്പ്രോദ്ഗാനൈഃ സഹിതം. എപ്പോഴും എല്ലായിടത്തും ഗൃഹജോലികൾ നിന്തിരുവടിയെ സംബന്ധിച്ച ഗാനങ്ങൾ ഉറക്കെ പാടിക്കൊണ്ടാണ് ചെയ്യപ്പെടുന്നത്. മിഥഃ ത്വദ്വാർത്തായേവ പ്രസരതി. പരസ്പരം രണ്ടുപേർ കണ്ടുമുട്ടുമ്പോൾ നിന്തിരുവടിയുടെ ചരിതം തന്നെ വർണ്ണിക്കപ്പെടുന്നു. ഉത്സ്വാപലാപാഹ ച സാ ഏവ. സ്വപ്നത്തിൽ സംസാരിക്കുന്നതെല്ലാം തന്നെയും നിന്തിരുവടിയുടെ വാർത്ത തന്നെ. ചേഷ്ടാഹ പ്രായഃ ത്വദനുകൃതയഃ. പ്രവർത്തികൾ മിക്കവാറും നിന്തിരുവടിയുടെ അനുകരണങ്ങളാകുന്നു. ഏവം തത്ര സർവം ത്വന്മയം ദൃഷ്ട്വാ. ഇപ്രകാരം അമ്പാടിയിലുള്ളതെല്ലാം നിന്തിരുവടി തന്നെ ആയിക്കണ്ട് അയം ഉദ്ധവഃ വിസ്മയാത് അധികം വ്യമുഹത്. ഈ ഉദ്ധവൻ ആശ്ചര്യത്താൽ വല്ലാതെ ഭ്രമിച്ചുപോയി. 9-ാമത്തെ ശ്ലോകം. രാധായാ മേ പ്രിയതമമിതം മത്പ്രിയൈവം ബ്രവീതി ത്വം കിം മൗനം കലയസി സഖേ മാനിനി മത്പ്രിയേവ ഇത്യാദ്യേവ പ്രവദതി സഖി ത്വത്പ്രിയോ നിർജ്ജനേ മാം ഇത്തം വാദൈരരമയദയം ത്വത്പ്രിയാമുത്പലാക്ഷീം. അർത്ഥം: ഇതം മേ രാധായാഹ പ്രിയതമം. ഇതെൻ്റെ രാധയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. മത്പ്രിയ ഏവം ബ്രവീതി. എൻ്റെ പ്രേയസി രാധ ഇങ്ങനെയാണ് പറയാറ്. സഖേ മാനിനി മത്പ്രിയ ഇവ ത്വം കിം മൗനം കലയസി. സുഹൃത്തെ, പ്രണയകുപിതയായ എൻ്റെ പ്രിയയെപ്പോലെ താങ്കൾ എന്താണ് ഒന്നും മിണ്ടാതിരിക്കുന്നത്? ഇത്യാദി ഏവ സഖി ത്വത്പ്രിയഃ നിർജ്ജനേ മാം പ്രവദതി. തോഴി രാധേ, ഇങ്ങനെയൊക്കെ തന്നെയാണ് നിന്റെ പ്രിയതമൻ കൃഷ്ണൻ ഏകാന്തത്തിൽ എന്നോട് വളരെ താൽപ്പര്യത്തോടെ പറയാറുള്ളത്. ഇത്തം വാദൈഹി അയം. ഇത്തരം വാക്കുകളെ കൊണ്ട് അദ്ദേഹം ഉദ്ധവർ തത്പ്രിയാം ഉത്പലാക്ഷീം അരമയത്. നിന്തിരുവടിയുടെ പ്രിയതമയായ കുവലയ നയനയെ രാധയെ ആനന്ദിപ്പിച്ചു. 10-ാമത്തെ ശ്ലോകം. ഏഷ്യാമിദ്രാഗനുപഗമനം കേവലം കാര്യഭാരാത് വിശ്ലേഷേപി സ്മരണദൃഢതാ സംഭവാൻ മാസ്തു ഖേദ. ബ്രഹ്മാനന്ദേ മിളതിന ചിരാത്സംഗമോ വാ വിയോഗസ്തുല്യോ വസ്യാതിഥി തവ ഗിരാ സോകരോ നിർവ്യഥാസ്ത. അർത്ഥം:
അഹം ദ്രാഗ് ഏഷ്യാമി, ഞാൻ താമസിയാതെ വന്നുകൊള്ളാം. അനുപഗമനം കാര്യഭാരാത് കേവലം, ഞാൻ വരാതിരിക്കുന്നത് കാര്യഭാരം കൊണ്ട് മാത്രമാണ്. വിശ്ലേഷേ അപ്പി, വിരഹത്തിങ്കലും സ്മരണദൃഢത സംഭവാത് ഖേദഃ മാസ്തു, സ്മരണത്തിന് ഉറപ്പ് സംഭവിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഖേദം വേണ്ട, ദുഃഖം വേണ്ട. വഹ ന ചിരാത് ബ്രഹ്മാനന്ദേ മിളതി, നിങ്ങൾക്ക് താമസിയാതെ ബ്രഹ്മാനന്ദം സിദ്ധിക്കുമ്പോൾ സംഗമഃ വിയോഗോ വാ തുല്യഃ സ്യാത്, സമാഗമമായാലും വിരഹമായാലും രണ്ടും ഒരുപോലെയായിത്തീരും. ഇതി തവ ഗിരാ സഹ താഹ നിർവ്യഥാഹ അകരോത്, എന്ന നിന്തിരുവടിയുടെ സന്ദേശവാക്കുകൊണ്ട് അദ്ദേഹം ഉദ്ധവൻ അവരെ ദുഃഖമില്ലാത്തവരാക്കി തീർത്തു. 11ാമത്തെ ശ്ലോകം. ഏവം ഭക്തി സകലഭുവനേ നീക്ഷിതാ ന ശ്രുതാ വാ, കിം ശസ്ത്രൗഘൈകിമിഹ തപസാ ഗോപികാഭ്യോ നമോസ്തു ഇത്യാനന്ദാകുലമുപഗതം ഗോകുലാദുദ്ധവം തം ദൃഷ്ട്വാ ഹൃഷ്ടോ ഗുരുപുരപതേ പാഹി മാമയൗഘാത്. അർത്ഥം: ഏവം ഭക്തി സകലഭുവനേ നൈക്ഷിതാ ന ശ്രുതാ വാ, ഇപ്രകാരമുള്ള ഭക്തി ലോകത്തിലെങ്ങും കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. കിം ശാസ്ത്രൗഘൈഹി ഇഹ തപസാ കിം, ശാസ്ത്രസമൂഹങ്ങളെ കൊണ്ട് എന്തു ഫലം, ലോകത്തിൽ തപസ്സുകൊണ്ട് എന്തു ഫലം. ഗോപികാഭ്യഃ നമോസ്തു, ഗോപികൾക്ക് നമസ്കാരം. ഇതി ഗോകുലാത് ഉപഗതം ആനന്ദാകുലം തം ഉദ്ധവം, എന്ന് പറഞ്ഞുകൊണ്ട് അമ്പാടിയിൽ നിന്ന്, ഗോകുലത്തിൽ നിന്ന് മടങ്ങിയെത്തിയ ആനന്ദവിവശനുമായ ഉദ്ധവനെ ദൃഷ്ട്വാ ഹൃഷ്ടഃ ത്വം ഗുരുപുരപതേ മാം ആമയൗഘാത് പാഹി, കണ്ടിട്ട് സന്തുഷ്ടനായിത്തീർന്ന നിന്തിരുവടി, അല്ലയോ ഗുരുവായൂരപ്പ, എന്നെ രോഗസമൂഹങ്ങളിൽ നിന്നും രക്ഷിക്കണേ.